സ്നോ വേൾഡിന്റെ അകത്ത് കയറി ആദ്യം ആരെ വിറയ്ക്കുന്ന അവർക്കായിരിക്കും അടി കിട്ടുന്നത്. എന്താ ഇതിന് ഞാൻ വിറക്കി തോന്നില്ല, പിന്നെ മാമൻ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഇതും നമ്മൾക്ക് പറ്റിയ ടീമാട്ടാ. എല്ലാരും ഉച്ചയാകുമ്പോഴേ ഇറങ്ങുള്ളൂ. അതുകൊണ്ട് പ്രിയക്ക് ഇപ്പൊ കറക്റ്റ് വൈബാ. ഇവരുടെ ട്രാവൽ ചെയ്താണ് നമ്മുടെ ഐറ്ററിക്ക് പെർഫെക്റ്റ്. സോ ഗുഡ് മോർണിംഗ്. ഇല്ല, എല്ലാരും ഉച്ചയാകുമ്പോഴേ ഇറങ്ങുള്ളൂ. ലേറ്റും ആവില്ല, കറക്റ്റ് 1 മണിയാകുമ്പോഴേക്ക് ഇറങ്ങും. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് എവിടേക്കാ? പ്ലസ് സോ ഈ 2 സ്ഥലത്താണ് പോകുന്നത്. എനിക്കൊന്ന് ഇന്നൊരു കിഡ്സ് ഡേ ഔട്ട് ആയിരിക്കും. നമ്മളിവിടെ ഫസ്റ്റ് ഡേ പോവായിരിക്കുമായിരുന്നു, പക്ഷെ ദേ ഈ ഒരു ചെറിയ പയ്യന് അവിടെ സ്നോ വേൾഡിൽ പോയി കളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങള് പോസ്റ്റ്പോൺ ചെയ്തതാണ്. ധീരജിന് എനിക്ക് സ്നോ വേൾഡിൽ പോകണം, ഞാൻ ഇല്ലാതെ നിങ്ങൾ പോകരുതെന്ന്. സോ അതാണ് ഇന്നത്തെ പരിപാടി. എനിക്കൊന്ന് ആദ്യം നമുക്ക് ലഞ്ച് കഴിക്കാം, അല്ലെങ്കിൽ പിന്നെ ഒരേ ഫേസ് കട്ടത്. ഇപ്പൊ വേദുവിന്റെ നീരജിന്റെ കൊച്ചിലുള്ള ഫോട്ടോയും വേദുവിന്റെ ഇപ്പത്തുള്ള ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ സെയിം ആണ് അവര്. ഇത് ഭയങ്കര വലിയൊരു സ്പേസ് ആണ്. എനിക്ക് തോന്നുന്നു ദോഹയിലുള്ളൊക്കെ സെയിം സംഭവം തോന്നുന്നു. കുനാഫയൊക്കെ കണ്ടു മെനുവില്. സൈത്തോൺ ചെന്നൈയിലുള്ള ഒരു കമന്റ് ചെയ്യാം, ഇതൊരു നല്ല സ്ഥലമാണോ അല്ലയോ എന്ന്. എന്തായാലും കയറി കഴിക്കട്ടെ. കയറുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു നല്ല ക്ലീൻ, ഒരു എക്സ്പെൻസീവ് ഫൈൻ ഡൈനിങ് ഫീൽ ആണ്. ന്യൂട്ടെല്ല ചീസ് കേക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. ലോട്ടസ് ബിസ്കോഫ് ചീസ് കേക്ക് ഒക്കെ കഴിഞ്ഞു. ഐ തിങ്ക് സോ. ഇത് ബാങ്ക്വറ്റ് ഹാളും എല്ലാം ഉണ്ട്. മുകളിലേക്ക് ലിഫ്റ്റും ഉണ്ട്. ഓ മൈ ഗോഡ്, സച്ച് എ പ്രിറ്റി റെസ്റ്റോറന്റ്. പോപ്പുലർ ആണെന്ന് തോന്നുക. ഇവരുടെ കയറി ഓൾറെഡി ഇരിക്കുന്നുണ്ട് അവിടെ. അടിയെന്ന് തോന്നുന്നു കേട്ടാ. റഷ്യൻ സാലഡ്. നമ്മള് രഞ്ജോണം വന്നേ പിന്നെ സാലഡ്സ് ഓർഡർ ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ ഒരിക്കലും ഒരു രാജ്യത്ത് പോയാലും സാലഡ് ഓർഡർ ചെയ്യാത്ത ആൾക്കാർ. അന്തു ഓർഡർ ചെയ്യും. ഒരു അൺഹെൽത്തി സാലഡ് ഉണ്ടെങ്കിൽ റഷ്യൻ സാലഡാ. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. ഇത് കൊള്ളാലോ. ഇത് തീർത്തോണം മോൻ കേട്ടല്ലോ. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ഇത് ഇവിടുത്തെ ഒരു പ്ലാറ്റർ ആണ്, ഇവിടുത്തെ ഏറ്റവും വലിയ പ്ലാറ്റർ. ഇറ്റ് ഹാസ് പ്രോൺസ്, ഇറ്റ് ഹാസ് ചിക്കൻ, ഇറ്റ് ഹാസ് കബാബ്, ഫിഷ്, സ്ക്വിഡ്, പിന്നെന്താ ബട്ടർ ഫ്രൈ പ്രോൺസ് എല്ലാം ഉണ്ട്. ഐ തിങ്ക് സോ ഇതൊരു പ്ലാറ്റർ ഫോർ 4 ഈസിലി ആണ്. ലുക്സ് നൈസ് ഓൾസോ. അതിൻ്റെ കൂടെ കുറച്ച് ഹുമൂസും മയോണീസ് ഒക്കെ ഉണ്ട്. ഇതെന്താന്ന് നോക്കട്ടെ, ഒരു ഐഡിയ ഇല്ല. ഇവരുടെ ഫസ്റ്റ് ഐറ്റം ഭയങ്കര ചൂട്. 2000 rupees പ്ലാറ്റർ ഓക്കെ കേട്ടാ. ഓ ചിക്കനാ, ഭയങ്കര ടേസ്റ്റ്. ഇതിൻ്റെ അകത്ത് ഒരു എനിക്കൊരു കുറച്ചൊരു ചിക്കൻ ടിക്ക മസാല ഇല്ലേ, അതുപോലത്തെ ഒരു ചിക്കൻ ഇതിൻ്റെ അകത്ത് തോന്നുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ക്രിസ്പി പ്രോൺസ്. ഒരു സോസോ മയോ ഒന്നും വേണ്ട. ഓ ഓ ഇതൊരു കൊറിയൻ്റെ ചിക്കൻ കബാബും ആണ്. ഒട്ടും ഡ്രൈ ആയിട്ടില്ല. ഭയങ്കര നല്ല ഫുഡ് കേട്ടോ. ഇത് അവരുടെ ഒരു ഫിഷ് ആൻഡ് ചിപ്സ് ആണ്. ദിസ് ഓൾസോ വെരി ഗുഡ്. ഓ കണ്ട എന്തൊരു പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആണ് കണ്ട. യു ഡോണ്ട് നീഡ് എനിത്തിങ് എൽസ് വിത്ത് ദിസ്. ഇറ്റ്സ് ദാറ്റ് ഗുഡ്. വേണമെങ്കിൽ ഇതും ഹമൂസും മുക്കി കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റും കൂടെ കുറച്ചും കൂടെ കൂടും. ഹലോ, ചിക്കൻ ബിരിയാണി പറഞ്ഞാൽ കബാബ് കഴിക്കേണ്ട ആവശ്യമില്ല. മുട്ടയുണ്ട് ഇവിടെ ചിക്കൻ ബിരിയാണിയിൽ. പപ്പടം കാണില്ല, ചോദിക്കണ്ട, കിട്ടില്ല. ഇവരുടെ ഈ ഫിഷ് നോക്കട്ടെ, ഫിഷ് ഫില്ല് നോക്കട്ടെ. ഓ ഗ്രിൽ ഫിഷ് പ്രിയ ട്രൈ ചെയ്ത് നോക്കണേ, ഭയങ്കര ടേസ്റ്റാ. വലിയ മസാല ഇല്ല, ഒരു അറബിക് മസാല തന്നെയാണ്. നിങ്ങൾക്ക് ഗൾഫിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ. നമ്മുടെ സ്ക്വിഡ് എനിക്ക് തോന്നുന്നു കേരള സ്റ്റൈലാന്ന് തോന്നുന്നു. അതിൻ്റെ കൂടെ മുരിഞ്ഞ പീസസ് ഒക്കെ ഉണ്ട്. ഓ സ്ക്വിഡും ഭയങ്കര ടേസ്റ്റ്. സ്ക്വിഡ് ടേസ്റ്റ് ചെയ്താ ഭയങ്കര ടേസ്റ്റ്. സ്ക്വിഡിന് കേരള മസാല തന്നെ, പക്ഷെ നോട്ട് ദാറ്റ് സ്പൈസി. അത് നല്ല മസാല ഉണ്ട്.
മസ്റ്റ് ട്രൈ ആ. 4 പേരാണെങ്കിൽ ഒരു പ്ലാറ്റർ ഓർഡർ ചെയ്തോ, വേറെ ഒന്നും വേണ്ട. എന്താ ബിരിയാണി? നാടൻ ബിരിയാണി അല്ല, അറബിക്കും അല്ല, ഒരു തമിഴും അറബിക്കിന്റെ ഫ്യൂഷൻ പോലെ എനിക്ക് തോന്നുന്നത്. കുനാഫ ഒഴിക്കാൻ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒഴിക്ക്, മൊത്തമായിട്ട് ഒഴിക്കുക. ഈ കുനാഫ ആർക്കൊക്കെ കിട്ടും നോക്കട്ടെ. ഒരു കുനാഫ ഉള്ളു കേട്ടാ. ഫുള്ള് ഒഴിച്ചോ, അല്ലെങ്കിൽ മധുരം കാണില്ല. എനിക്കൊന്ന് റോസ് സിറപ്പ് ഒക്കെയാന്ന് തോന്നുന്നു. മുകളിൽ പിസ്താഷ്യോ ഒക്കെ ഉണ്ട്. ക്ലാസിക് കുനാഫയാണ് ഇത്. അവിടെ ഇരുന്നാ കിട്ടില്ല കേട്ടാ. നല്ല ഫുൾ സിറപ്പിയാണ്. തെറ്റുമാണ്. നമ്മള് ഖത്തറി കിട്ടുന്ന കുനാഫയുടെ അത്ര ഇല്ല, പക്ഷെ ഇവിടെ വെച്ച് നോക്കുന്നതില് ആ റോസ് സിറപ്പിന്റെയും ആ ക്രിസ്പിനെസ്സും. ടർക്കി കഴിച്ച മാഡോ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് ഒരു ഓർമ്മയുണ്ട്. കഴിച്ച എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടർക്കിയിലെ കുനാഫ. ഇറ്റ് ഇസ് നോട്ട് ബാഡ് അറ്റ് ഓൾ. ലേറ്റായിട്ട് ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്യാൻ നല്ലതാ. നമ്മളെ ടർക്കി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പറഞ്ഞു ഇവിടെ കിട്ടുന്നതിൽ ബെസ്റ്റാ. മറ്റേ കുനാഫ വേൾഡ് ഒക്കെ ഇല്ല, അതിനൊക്കെ കാട്ടി നല്ലതാ സൈത്തൂല്ല കുനാഫ. ഇഷ്ടമില്ലേ? ആയില്ലേ? എല്ലാവരുടെ മുഖത്തെ സന്തോഷം നോക്ക്. അണ്ണനൊക്കെ ഒരെണ്ണം കൂടെ കഴിക്കണം, ഒരു ഫുൾ കുനാഫ. ഇത് രണ്ടാമത്തെ കുനാഫയാണ്, റീടേക്ക് അല്ല, രണ്ടാമത്തെ കുനാഫയാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ട എല്ലാവർക്കും കുനാഫ. അതിന്റെ ചീസും അതിന്റെ സിറപ്പും എല്ലാം കൂടെ പെർഫെക്റ്റ് ബാലൻസ് ആണ്. ഓവർ സ്വീറ്റും അല്ല. മേ ബി വൺ ഓഫ് ദ ബെസ്റ്റ് കുനാഫാസ് യു ക്യാൻ ഗെറ്റ് ഇൻ ദിസ് പാർട്ട് ഓഫ് ദ വേൾഡ്. അത്രയും നല്ലതാണ്. ഇവിടെ സെർവിങ് വരെ ഒത്തന്റിക് രീതിയിലുള്ള സെർവിങ്, ആ ഒരു മെറ്റൽ പ്ലേറ്റിലൊക്കെ. So it's very nice. So super ആയിരുന്നു കേട്ടോ സൈത്തോൺ. കുനാഫ വാസ് ആക്ച്വലി ടു ഗുഡ്. അത് 2 ഓർഡർ ചെയ്തത് ശരിക്കും തികഞ്ഞില്ല. ഇനി നമ്മൾ കുട്ടികളുടെ ഞാൻ പറഞ്ഞ ദിവസമാണ്. സോ ഇവിടെ തന്നെയാണ് BGP വേൾഡ് എന്ന് പറഞ്ഞാൽ മറൈൻ വേൾഡും സ്നോ വേൾഡും അമ്യൂസ്മെന്റ് പാർക്കൊക്കെ. നമ്മൾ ഇന്ന് സ്നോ വേൾഡും മറൈൻ വേൾഡിലൊക്കെ പോകണമെന്നായിട്ട് എനിക്ക് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എക്വേറിയംസ് ആണ് ഇൻ ഇന്ത്യ ഇവിടുത്തെ. സോ ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ ന്യൂ എക്സ്പീരിയൻസ് ഫോർ ദം. ഞാൻ പറഞ്ഞില്ല, ബോണ്ടിങ് ഇസ് ദ മെയിൻ തിങ് ഇതില്. സോ ഇവിടുന്ന് തൊട്ടടുത്ത് 500 മീറ്ററേ ഉള്ളൂ. അങ്ങോട്ട് പോവാം. 600 രൂപയാന്ന് തോന്നുന്നു, 670 രൂപ തോന്നുന്നു ടിക്കറ്റ്. എടുക്കുള്ളൂ. അല്ല, കുറച്ച് ദൂരം ഉണ്ട്. ഉറങ്ങിക്കാം, അവിടെ എത്തുമ്പോഴേക്കും വിളിക്കാം ഫ്രഷ് ആയിട്ട്. ഉറങ്ങിക്കോ, ഒരു ഒന്ന് നോക്കിക്കോ, അവിടെ എത്തിയിട്ട് ഞാൻ പറയാം. നോക്കാലോ. ഇപ്പൊ ടൈം 3:33 ആണ്. 3:35 ആയി, 3:35 ആയി. കണ്ടാ, പറഞ്ഞില്ലേ? അതെ, നീ എഴുന്നേറ്റ് ഫ്രഷ് ആയിക്കോ. സോ ഇതാണ് മെറൈൻ കിങ്ഡം. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കണ്ടത്ത് നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. വെൽ ലൈക്ക് പ്ലാന്റ് ആൻഡ് വെളിയിൽ ഇതുപോലത്തെ ഒരു ഫുഡ് കോർട്ടും എവറിത്തിങ് ഇസ് ദർ. ലുക്സ് നൈസ്. ഒരു എബ്രോഡ് ഫീലിംഗ് ഉണ്ട്. എന്തായാലും ഒന്ന് കയറി നോക്കട്ടെ. എന്തായി ഞാൻ മുകളിൽ ഇവിടെ എന്താ ഇതെനിക്ക് ഡൈനിങ് ഫ്ലൈയിങ് dining.com. കയറുമ്പോ തന്നെ ശരിക്കും ഫുള്ളി എയർ കണ്ടീഷൻ. ദാറ്റ്സ് അമേസിങ്. എനിക്ക് ഒരു ബാങ്കോക്ക് ദുബായിയുടെ ഒക്കെ ഒരു ഫീലിംഗ് ആണ്. ലുക്ക് വെരി നൈസ്, വെരി പോഷ്, വെരി ക്ലീൻ, വെരി മോഡേൺ. നല്ല കളർഫുൾ ആയിട്ടുള്ള സ്റ്റാഫ്, ലൈക്ക് ഐ മീൻ ദ ഔട്ട്ഫിറ്റ്സ് ലുക്സ് വെരി നൈസ്. എവിടെ ആദ്യമായിട്ടാണ് ടെലിഫോൺ ബൂത്തിന്റെ അകത്ത് എക്വേറിയം. നല്ല രസമില്ലേ? ഒരു ലണ്ടൻ ടെലിഫോൺ ബൂത്തിന്റെ അകത്ത് എക്വേറിയം വരുന്നത്. ദാറ്റ്സ് സോ കൂൾ. നോ, എന്തായാലും ഒരാൾക്ക് 675 ആണ്. ആ ഫോണൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടോ ഒരു പുള്ളി എയർ കണ്ടീഷൻഡും അല്ലേ? ഓ, ഇത് ക്രോക്കഡൈൽ ഫിഷ്, ആലിഗേറ്റർ ഫിഷ്. ഇത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ലല്ലോ. പാമ്പത് ഇവിടെ ഫിഷ് പാർക്ക് അല്ല, സ്നേക്ക് പാർക്ക് ഉണ്ട് ഇതിന്റെ അകത്ത്. ആദ്യമായിട്ട് ഒരു ആലിഗേറ്റർ ഫിഷ് കണ്ട. ഇത് ക്രോക്കഡൈലും ഫിഷും കൂടെ മിക്സ് ആയത്. നിരഞ്ജനക്ക് എല്ലാം പേടി. ഇത് കൂടെ പോയി തലയിട്. നിരഞ്ജന പേടിയാ. ഒരാൾക്കേ പോകാൻ പറ്റുള്ളൂ. എന്നിട്ട് നോക്കട്ടെ. ഓ, എവിടെ കണ്ട? ഏത് സീനിന്റെ അകത്താ അവിടെ? നിരഞ്ജനക്ക് ധൈര്യമായി. എന്തൊരു വലിയ തല. ആക്ച്വലി അവർ കുറച്ച് ഇഫേർട്ട് ഇട്ട് ചെയ്ത ഒരു പരിപാടിയാണ്.
അതെ, ഒരു ക്ലാസ് ഉണ്ട് ഒരു സംഭവത്തിന്. വെറുതെ ഒരു തട്ടിക്കൂട്ടിയുള്ള ഒരു അക്വേറിയം പരിപാടിയല്ല. ഇറ്റ് ഡസന്റ് സ്മെൽ ബാഡ് ഓർ ഇതൊക്കെ കുറച്ച് ഗിമിക്ക് ആണെങ്കിൽ ഇറ്റ് ഈസ് നൈസ്. മേക്ക് ആൻ എഫേർട്ട് ആണല്ലോ. എന്താ ഇവിടെ കളറിങ്ങോ? ഓ അത് വരുവോ? ഓ കൊള്ളാലോ. ഇതൊക്കെ ഇൻക്ലൂഡഡ് ആട്ടെ. കളർ ചെയ്തിട്ട് പേര് എഴുതുമ്പോ അത് അവിടെ വരുന്നു. വാ വേഗം പോ, ഫിഷ് ഫീഡിങ് കാണാം. ഇതേ വർദ്ധാൻ, എന്നില്ലാത്ത വർദ്ധാൻ. ഇനി നിരഞ്ജന വരും. നിരഞ്ജനയുടെ വലിയ പേരായിരിക്കുമല്ലോ. ദേ ഇപ്പൊ നിരഞ്ജന ഫിഷ് വരും. എവിടെ? ദേ പോന്നു, ദേ നിരഞ്ജന. നിരഞ്ജന ഫിഷ്. വാ ദേ കണ്ട, നിരഞ്ജനയും വർദ്ധാനും കൂടെ സ്വിം ചെയ്യുന്നുണ്ട് സീല്. ഒക്കെ പോയി, ഒന്നും ഇല്ല. വാ ഇതൊക്കെ ഉണ്ട് കേട്ടോ. സോ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്കും ഇത് ഫ്രണ്ട്ലി ആണ്. ഐ തിങ്ക് സോ ദേ ഹാവ് കവർഡ് ഓൾ ദി ആസ്പെക്ട്സ്. ഫിഷ് ഫീഡിംഗ് ഉണ്ട്, വേറെ എന്തോ മെർമെയ്ഡ് ഷോവും ഉണ്ട്. നമ്മൾ ഫിഷ് ഫീഡിംഗ് മാത്രമേ കാണുന്നുള്ളൂ. ഇത് ഒരു വാട്ടർഫോളും അങ്ങനത്തെ ഒക്കെ പരിപാടികൾ ഇവിടെ അവർ ചെയ്തിട്ടുണ്ട്. സ്റ്റിംഗർ ഇതുണ്ടാ, ഈ ഫിഷ് ഇല്ലേ ചാടി വരും വെള്ളത്തിൽ നിന്ന്. നോക്ക ആ ഫിഷിനെ. ഏലിയൻ ഫിഷ് ഏത് അറിയോ? ഏലിയൻ ഫിഷ്. എന്താ ഡിസ്കസ്റ്റിംഗ് വരുന്നത്? പോയിക്കേ അത് നോക്ക്. ആ ഫിഷ് പ്രിയയുടെ പോലെ ഒരു മൂഷാട്ടം മുഖം. ആ ഫിഷിന്റെ മുഖം എനിക്ക് ചില ഫിഷിനൊക്കെ കാണുമ്പോ ശരിക്കും പ്രിയനെ ഓർമ്മ വരുന്നത്. ആ ഫേസ് നമുക്ക് അമ്മേനെ പോലെ നോട്ടിയാന്ന്. അമ്മ ഫാറ്റാണ്, അപ്പൊ അപ്പയാണ് ഫാറ്റ്, അമ്മയല്ല. ആ പ്രിയ കാണാം, ഇപ്പൊ കാണാം. ഓ കണ്ടാ? ഓ കണ്ട, ശരിക്കും ഒരു സ്വാമ്പ് പോലെയാണ് അവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലിറ്ററലി ലൈക്ക് ആൻ ആമസോൺ സ്വാമ്പ് സംതിങ്. അത് ഡെഡായി തോന്നുന്നു കേട്ടാ. ആ ഫിഷ് ഡെഡായി അതിന്റെ സ്റ്റൈലാണോ? ഡെഡായി അത് നീ തോണ്ടി അതിനെ ഇവിടുന്ന് കൊട്ടി നീ അതിനെ ഇങ്ങനെ കൊട്ടി അത് ഡെഡായി കേട്ടാ. വെള്ളത്തിൽ നടക്കുന്ന ഫീലിംഗ്. ഇത് മെയ്ഡ് ഇറ്റ് ആസ് എന്റർടൈനിങ് ആസ് പോസിബിൾ. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടവും. പിന്നെ അക്വേറിയം ഒന്നും കാണാത്തവർക്ക് എന്തായാലും ഇഷ്ടവും. കണ്ടവർക്ക് ഇവിടെ വന്ന ഒരു ഫണ്ണാണ്. ഇതാണ് ലയൺ ഫിഷ്. ഭയങ്കര ഡേഞ്ചർ. ഇത് കണ്ട നിരഞ്ജനെ കണ്ടിട്ടുണ്ടോ ലയൺ ഫിഷിന്? ഇത് തുടരുത് കേട്ടോ. നമ്മള് ബീച്ചിൽ പോയാലൊക്കെ വന്നാല് കുത്തുവത്. ആ വേദുവിന്റെ ഫേവറേറ്റ് ഫിഷസ് ആണ് ക്ലൗൺ ഫിഷ്. നമ്മുടെ ഫൈൻഡിങ് നീമോ. ഓ ശരിക്കും നീമോനെ പോലെ നോക്ക്. ശരിക്കും നീമോ കണ്ടിട്ടില്ല? ഫൈൻഡിങ് നീമോ നല്ല സിനിമയാ. കണ്ണാ കേട്ടോ. ഇത് വലിയ ധൈര്യശാലി. അതെ കണ്ട, പെറ്റ് ചെയ്യാം നമുക്ക് അങ്ങനെ. ഹാർഡാ. ഇതിന് തൊട്ട് നോക്ക്. സിമ്പിളാ, വേറെ ഒന്നുമില്ല എന്നെ തൊടാൻ. കണ്ട കണ്ട, അത്രേ ഉള്ളൂ. കല്ലാടാ അത്. ഷാർക്ക്. ഇതാണ് ഷാർക്ക്. ശരിക്കൊരു ബേർഡിനെ പോലെ ഇല്ലേ അത്? ഷാർക്ക്. കൊറേ ഷാർക്ക് ഉണ്ടല്ലോ ഇവിടെ. നോക്ക്, ഈ അക്വേറിയം സംഭവം ആട്ടാ. ജെല്ലി ഫിഷസും ഉണ്ട് ഇവിടെ. ഒരുവിധം എല്ലാം ഉണ്ട് കേട്ടോ. ഒരു വലിയ അക്വേറിയത്തിൽ കാണുന്ന എല്ലാം ഉണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് വെരി ബിഗ് ആൻഡ് സ്പേഷ്യസ് ഓൾസോ. വെരി ഇംപ്രസ്ഡ് ബൈ ദിസ് പ്ലേസ്. ഇതാണ് എല്ലാ അക്വേറിയത്തിനും ഒരു മെയിൻ തിങ്. ഒരു ടണല്. നല്ല രസമുണ്ട് അല്ലേ? ശരിക്കും ഒരു അതെ ഷാർക്ക് ഷാർക്കാട്ടാ. നിരഞ്ജന ഇതുവരെ കണ്ടിട്ടില്ല ഷാർക്കിനൊന്നും.
പേടിയുണ്ടോ? പേടിക്കണ്ട കേട്ടാ, സാധാരണ ഇത് സേഫാ നമ്മളിവിടെ. ഇതെന്തൊരു എന്താ അല്ല ഫുൾ ഓട്ടാ കേട്ടാ. ഡിസൈനർ ഫിഷ് ആയിരിക്കും. ഇത് യെല്ലോ ഫിൻ ട്യൂണ അറിയോ? ശരിക്കും ഉണ്ട് യെല്ലോ ഫിൻ ട്യൂണ. പിന്നെ ഉണ്ട് കൊറേ നല്ലതാട്ടാ. പക്ഷെ ഈ സാധനം ഉണ്ടല്ലോ അത് കുത്തിയാണ് മറ്റേയാള് മരിച്ചത്. ആര്? മറ്റേയാള്. ഏതാണ്? മറ്റേയാള് ആ ഫേമസ് ആയ മറ്റേ ഡൈവ് ചെയ്യുന്ന ആള്. അയാള് ഡൈവർ ഒന്നല്ല. പിന്നെ അയാളിങ്ങനെ TV ഷോ ചെയ്യുന്ന ആളാ. ആ അതന്നെ. ഉണ്ട്. പക്ഷെ അവര് എനിക്ക് അബ്രോഡ് ബേസ്ഡ് ഉള്ള രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. അത് വെളി വരുമ്പോ ലാസ്റ്റ് ഇതുപോലെ കുറച്ച് ഗെയിംസും പിന്നെ പോപ്കോൺസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിൽക്കുന്നത്, പിന്നെ ഒരു TV സ്ക്രീൻ, സൂവനിയേഴ്സ് എല്ലാം ഉണ്ട്. ക്വൈറ്റ് നൈസ്. അല്ല ഒരു ഇന്ത്യൻ ടച്ച് ലാസ്റ്റ് മറ്റേ തമിഴ് പാട്ടും വെച്ച് കൃഷ്ണനും വിഷ്ണു ഒക്കെ ഇരിക്കുന്നു വെള്ളത്തിനടിയിൽ അക്വേറിയത്തില്. കൊള്ളാലോ. അത് ഫീഡിങ് ഷോ ഉണ്ട്. 4 മണിക്ക് ഫീഡിങ് ഷോ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ലേറ്റ് ആയി, 4:30 ആയി. പക്ഷെ ഐ തിങ്ക് സോ ഇറ്റ്സ് എ ഹൈലി റെക്കമെൻഡഡ് പ്ലേസ് ടു കം വിസിറ്റ് വിത്ത് യുവർ ഫാമിലി ആൻഡ് കിഡ്സ്. ആക്ച്വലി കുറെ കപ്പിൾസെ കണ്ടു. അറിയോ? ഡേറ്റിംഗിന് പറ്റിയ സ്ഥലം പോലെയാന്ന് തോന്നുന്നു. ലൈറ്റ് ഒക്കെ നല്ല ആംബിയൻസ് അല്ലേ? എന്താ ഇങ്ങനെ ഫിഷിനെ ഷാർക്കിനൊക്കെ കണ്ട് ഡേറ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിലേ മറ്റേ പ്രപ്പോസ് ചെയ്യുന്ന സ്ഥലം ഇതിന്റെ ഇതിന്റെ അകത്തിറങ്ങാം. ആ വെള്ളത്തിന്റെ അവിടെ പാക്കേജ് ഉണ്ട്. എന്നിട്ട് പ്രപ്പോസ് ചെയ്യാം. അല്ലെങ്കിൽ ഷാർക്ക് ഒന്ന് കൊത്തട്ടെ. ഇത് ഇവരുടെ സോവനിയർ ഷോപ്പാണ്. പക്ഷെ കുറെ കൂടെ പേഴ്സണലൈസ് ചെയ്യണമായിരുന്നു. ബാക്കിയുള്ള രാജ്യത്തിൽ പോയി കഴിഞ്ഞാൽ അവരുടെ രാജ്യത്തിന്റെ സാധനങ്ങളോ അല്ലെങ്കിൽ അക്വേറിയം ബേസ് സാധനങ്ങളൊക്കെ ആയിരിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കുറെ സാധനങ്ങൾ എവിടെ നിന്നൊക്കെയോ വാങ്ങി, ഒരു അർത്ഥമില്ലാത്ത കുറെ സാധനങ്ങൾ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. ഇതിലൊക്കെയാണ് ആ ഒരു ക്ലാസ് കൊണ്ടുവരേണ്ടത് അവര്. മലേഷ്യയിൽ എവിടെ പോയപ്പോ സ്നോവിന്റെ ഇതിലൊരു ഫോട്ടോ ഒക്കെ എടുത്തില്ലേ ഫ്രെയിം, ബാക്കിൽ കൂടെ സ്നോ ഒക്കെ വരുന്ന പോലെ. അത് കൊറിയയിലാന്ന് തോന്നുന്നു. അതുപോലെ എന്തെങ്കിലുമൊക്കെ വേണം. ഫോട്ടോ എടുക്കുന്നുണ്ട് പക്ഷെ സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല. അതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ വേണം. അക്വേറിയം പോലെ. അതെ. ഇഷ്ടപ്പെട്ടോ? പേടിച്ചോ? ഇനി നമുക്ക് സ്നോ വേൾഡിൽ പോവാം. വരുമോ സ്നോ വേൾഡില്? തണുക്കുവോ? വേദു നിരഞ്ജനിക്ക് തണുത്ത് കഴിഞ്ഞാൽ വേദുവിന്റെ ജാക്കറ്റ് കൊടുക്കണം കേട്ടാ. അത്യാവശ്യം നല്ല പോപ്പുലർ സ്ഥലമാണ്. എന്തോരം ആൾക്കാരെ വന്നിരിക്കുന്നതെന്ന് നോക്ക്. ബീച്ച് സൈഡും ആണ്. ഇവിടുന്ന് മഹാബലിപുരം ഏകദേശം ഒരു 30-35 കിലോമീറ്ററേ ഉള്ളൂ. ആ കാണുന്നതെന്ന് തോന്നുന്നു സ്നോ വേൾഡ്. ഇതേ സ്നോ വേൾഡിന്റെ ടിക്കറ്റ് ഞാൻ ഇത് എത്ര രൂപയാവും? എനിക്കൊന്ന് ദസറ ദീപാവലിയുടെ തിരക്കുണ്ട്. ടിക്കറ്റ് എനിക്ക് തോന്നുന്നു 650-750 ഒക്കെയാന്ന് തോന്നുന്നത്. ഇതൊക്കെയാണ് റേറ്റ് വരുന്നത്. 11 ഇയേഴ്സ് തൊട്ടുള്ളവർക്ക് 750, അതിന്റെ താഴെയുള്ളവർക്ക് 650. പിന്നെ എല്ലാം 115, 215, 315, 415, ലാസ്റ്റ് 715 തൊട്ട് 45 മിനിറ്റ്സ് ആണ് നമുക്ക് സ്നോ വേൾഡ് അകത്തിരിക്കാൻ പറ്റുക. ഓൾ ഗിയർ ആൻഡ് ഓൾ ഇസ് ഇൻക്ലൂഡഡ്. ഞാൻ പക്ഷെ ഒരു കോംബോ എടുത്തു. ഈ മറ്റേ ഒരു 12D സിനിമയും സ്നോ വേൾഡും കൂടെ 850 റുപ്പീസിന്. ഈ സ്നോ വേൾഡ് അകത്ത് കയറി ആദ്യം ആരെ വിറയ്ക്കുന്ന അവർക്കായിരിക്കും അടി കിട്ടുന്നത്. എൻ്റെ അതിന് ഞാൻ വിറക്കി തോന്നില്ല, പിന്നെ മാമൻ. നിരഞ്ജന ഇറങ്ങണം എന്ന് പറയരുത് കേട്ടോ തണുത്തിട്ട്. എന്താ ഇത്? നിന്റെ വെയിറ്റ് കാരണം എല്ലാം കൂടെ ചരിഞ്ഞ് തലേ കുത്തി വീഴും കേട്ടോ. ഇത് നോക്ക്, 3D ഒന്നും വേണ്ട കണ്ടാ. ഇരുന്നോ, കുഴപ്പമില്ല. കഴിച്ചെല്ലാം വെളി. അതാ പറഞ്ഞ സോപ്പ്. അതെ, ഇവിടെ ഫുൾ സോപ്പൊക്കെ തെറിച്ചിട്ടുണ്ട് കേട്ടാ. ഇത് ഭയങ്കര മറ്റേ തമിഴ് മറ്റേ തപ്പാങ്കുത്ത് പോലെ തന്നെ ഭയങ്കര പവർഫുൾ 4D ആയിരുന്നു. ഞായച്ചു നീ നിരഞ്ജന ബെൽറ്റ് ഒക്കെ ഇട്ടാ? ഇഷ്ടായ? നിരഞ്ജനക്ക് ഇഷ്ടായ? ഇന്ത്യയില്ല, ഇനി സ്നോ വേൾഡ്. സ്നോ വേൾഡാ, ഒരു ടിക്കറ്റേ ഉള്ളൂ.
ആ ഗോസ്റ്റ് ഫേസ് ഉണ്ട്, ഹാലോവിൻ മാസ്ക് ഉണ്ട് മുകളില്. എനിക്ക് ജാക്കറ്റും, നമുക്ക് ജാക്കറ്റ് തരും, സോക്സ് തരും, ബൂട്ട്സ് തരും, ഗ്ലൗസ് തരും. ബോട്ടം ഇല്ല കേട്ടാ. ബാക്കി എല്ലായിടത്തും ദുബായിലാണെങ്കിലും എനിക്ക് തോന്നുന്നു കാലിക്കറ്റ് ആണെങ്കിലും ബോട്ടംസ് ഉണ്ട്. ഐ ഡോണ്ട് നോ ഹൗ ദീസ് കിഡ്സ് ആർ ഗോയിങ് ടു സർവൈവ്. ഇത്രയും നേരം -8 or -10 ഒക്കെ അല്ലേ. എനിക്കൊന്ന് മാക്സിമം ഒരു 15 minutes, അതിൽ കൂടുതൽ നിങ്ങൾ നിൽക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എത്ര നേരം നിൽക്കും നിധി അകത്ത്? ഹാഫ് ആൻ അവർ നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. അണ്ണ അരമണിക്കൂർ നിൽക്കുവോ? ഉറപ്പാണോ? ഞാൻ ടൈം നോക്കും കേട്ടല്ലോ. ലാസ്റ്റ് ഇറങ്ങും. ആ നോക്കാം. എല്ലാരും ഇങ്ങനെ ഷോ ഒക്കെ കാണിക്കും കേട്ടോ. അകത്ത് കയറുമ്പോ നോക്കിക്കോ, തൊപ്പി ഇടും, തണുത്ത് വിറച്ച് ഓടും. അണ്ണനായിരിക്കും ആദ്യമേ ഓടുന്നത്. ആ പിന്നെ വാ നിരഞ്ജന, ഭയങ്കര തണുപ്പായിരിക്കും കേട്ടാ. ഫസ്റ്റ് ടൈമാ നിരഞ്ജനയുടെ. ആ എല്ലാവരുടെയും ഫസ്റ്റ് ടൈമാ നിങ്ങളുടെ 3 പേരുടെ അല്ലേ? ഇവിടുന്ന് ചെറിയ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്, ചെറിയ തണുപ്പുണ്ട്. ഓ ഇതൊന്നും എല്ലാ തണുപ്പ് ഫുൾ ബഹളം കേട്ടാ. ഇതൊരു വേൾഡ് കപ്പ് പോലെയാ. എല്ലാരും എക്സൈറ്റ്മെന്റ് ആണ്, എനർജറ്റിക് ആണ്. വേദുവിന്റെ ആണ് ഈ ശബ്ദം. ആഹാ ഏതോ ഏതോ പോകുന്നു ഇവിടെ. ഇംപ്രഷൻ എങ്ങനെയുണ്ടോ നോക്കട്ടെ. 1 2 3. Oh my god, this is so beautiful. സ്നോ ഫസ്റ്റ് ആയിട്ട് കണ്ടാൽ തന്നെ ബ്യൂട്ടിഫുൾ ആയിരിക്കുമല്ലോ. ഓ സ്നോ ബോൾ വെച്ച് കളി തുടങ്ങി. സ്നോ കാസൽസ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ സ്ലൈഡ്സ്, ടയർ വെച്ചുള്ള സംഭവങ്ങള് എല്ലാം ഉണ്ട് കേട്ടാ. എങ്ങനെയുണ്ട് തണുപ്പ്? നീ നിക്കുമല്ലോ അല്ലേ? ആ ഇതിനെ കുറച്ച് കഴിഞ്ഞ് പറയണം. തണുത്ത് ഒരാൾ ഇപ്പോഴേ തണുത്ത് വിറയ്ക്കുന്നത്. ബാ നമുക്ക് കാണാം, റൈഡ്സ് ഒക്കെ കാണാം. ബാ നിരഞ്ജന വിറയ്ക്കുന്ന ഫോട്ടോ എടുക്കാം. പട പട കട കട കടാത് റൈഡിൽ പോണ്ടേ? ബാ കൈ തണുക്കും കേട്ടാ. കാലിക്കട്ടിനെ കാട്ടി സ്നോ ഉണ്ട് കേട്ടാ. ദുബായിയുടെ അത്രയില്ല, കാലിക്കട്ടിനെ കാട്ടി സ്നോ ഉണ്ട്. യു ഓൾ ഫീൽ ലൈക്ക് യു ആർ വാക്കിംഗ് ഇൻ ലൈക്ക് ഒരു 10-20 mm ഓഫ് സ്നോ. അതുപോലെ നടക്കുന്ന പോലെ ഉണ്ട്. ഇറ്റ്സ് വെരി കോൾഡ്. -8 ആണ്. ഒരു സ്നോ ഹട്ട് ഒക്കെ ഉണ്ട്. ദിസ് ഇസ് ദ ബെസ്റ്റ് പാർട്ട്. ഇത് നല്ല രസമായിരിക്കും കേട്ടാ. നിധി വരുന്നത് എന്റെ അപ്പോ. ഓ ഇതിനെക്കാട്ടി സ്പീഡിലായിരിക്കും അണ്ണം പോകുന്നത്. പറത്ത പോകുന്നത് കേട്ടാ. റെക്കോർഡായിരിക്കും ഏറ്റവും പൊക്കം. എല്ലാരും തട്ടി താഴെയിടും നീ നിന്റെ കാല്. സ്നോ സ്മൂത്ത് അല്ലാത്തോണ്ടാ. ഇത് ഐസിൽ കൂടെ പറ്റുള്ളൂ, അല്ലെങ്കിൽ അടിയിൽ സ്ലെഡ്ജ് ആയിരിക്കണം. ഇത് അതും ഇല്ലല്ലോ. റോക്ക് ക്ലൈമ്പിംഗ് ഒക്കെ ഉണ്ടല്ലോ. ആ കൊച്ചു സ്ലൈഡ് ഉണ്ട്, അതിൽ പോകാൻ പറ്റുമായിരിക്കും കുട്ടികൾക്ക്. ഫാസ്റ്റ് ഒന്നും പറ്റില്ല. ഈ അണ്ണനെ വലിക്കാനുള്ള ഒരു ശക്തി ഇല്ല കേട്ടാ. വരിയേക്ക് വലിക്കു നീ. നിരഞ്ജന ഭയങ്കര സ്പീഡിൽ പോയി. ഫസ്റ്റായി പോയി ചാട്. ദേ പോയാ പയ്യെ ചാടണേ. വേദം നിക്കടാ. ആരും പറഞ്ഞ കേൾക്കുന്നില്ല എക്സൈറ്റ്മെന്റില്. നിരഞ്ജന ഇരുന്നിരുന്ന കുലുങ്ങുന്നത്. ഇടയ്ക്ക് മറ്റേ ആർട്ടിഫിഷ്യൽ സ്നോ മെഷീനിന്റെ ചീറ്റും കേട്ടാ. ലിറ്ററലി ഫീൽ ലൈക്ക് സ്നോ സ്റ്റോം. അത്രയും തണുപ്പും ഐസുമാണ് വീഴുന്നത്. ശരിക്കും ഒരു എക്സ്പീരിയൻസ് ആണ്. ഇഫ് യു ലവ് സ്നോ. ശരിക്കും അത് ആദ്യമായിട്ടായിരിക്കും ഇവരൊക്കെ ഇത്രയും ബോണ്ട് ചെയ്തേട്ടാ. നല്ലൊരു തീരുമാനമായിരുന്നു എന്തായാലും ഇങ്ങോട്ട് വരാനായിട്ട്. ഈ അണ്ണൻ ഈ 6 അടി 4 ഉണ്ടെങ്കിലും മനസ്സ് ഒരു 13കാരനേ ഉള്ളു കേട്ടാ. എല്ലാരും എൻജോയ്. സോ ഹാപ്പി ടു സീ ദിസ് ബോണ്ടിങ്. നിങ്ങൾ രണ്ടുപേരും എന്താ നിധിയുടെ മേത്ത് മാത്രം? നിധിയുടെ തലയിലൊന്നും അറിയല്ല കേട്ടാ, തണുക്കും. പിന്നെ ആദ്യമേ പോണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫുൾ വൈബായി. എന്നാലും ഒരു ഹാഫ് ആൻ അവർ കൂടുതലൊന്നും നിർത്താൻ പറ്റില്ല കേട്ടാ. എസ്പെഷ്യലി ഐ ഡോണ്ട് നോ വൈ ദേ ആർ നോട്ട് ഗിവിംഗ് പാൻസ്. എനിക്കൊന്ന് ഈ സ്ലൈഡിലും കൂടെ ഒന്ന് കയറ്റാൻ തോന്നുന്നു. ഇതെന്താ നിധി, നിങ്ങൾ സ്ലൈഡിൽ പോകുന്നില്ലേ? നിരഞ്ജന പോവില്ല, നിങ്ങൾ പോവില്ലേ? ഓ നീരജൻ പോ. നീ കേറുന്നതിന് മുമ്പ് ഇരിക്കുമ്പോ തന്നെ താഴെ എത്തും. അത്രേ ഉള്ളു ഈ സ്ലൈഡ്.
വാ. ഓ ഓ ഇനി ഓവർ ആക്ടിങ്, കുറെ ഓവർ ആക്ടിങ് വേണം. പോണോ? അവൾക്ക് പേടിയാട്ടോ, പക്ഷെ എല്ലാം ചെയ്യണം ആഗ്രഹമുണ്ട്. ഏത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കണ്ട് ചെയ്തോളും. ഐ എം ഷുവർ ഞങ്ങളൊരു ബാങ്കോക്കോ വിയറ്റ്നാമോ അങ്ങനെ എവിടെയെങ്കിലും ചൈനയിലോ പോയി കഴിഞ്ഞാൽ ഷീൽ ഹാവ് ടൈം ഓഫ് എ ലൈഫ് ഓഫ് ഷുവർ. ഇവരെല്ലാരും കേട്ടോ അത്ര എൻജോയ് ചെയ്യും. എല്ലാരും ഞങ്ങൾ ഒരേ വൈബാണ്, ഒരേ മൈൻഡ് സെറ്റ് ആണ്. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ലൗകികമാണ്. മാമര വേദുവിനെ കാണാനില്ല കേട്ടാ. എവിടെ തപ്പ്? വൈറ്റ് പാൻസ് നോക്ക്. അവരവിടെ വേദു നിധി. ഇതിന്റെ ഇടയിൽ എങ്ങനെ തപ്പാനാ? പാൻസ് നോക്കി തപ്പണം. ട്രാംപ്ലിനിലില്ല. ണ്ടോ നിധിയും കേറിയാ? നിങ്ങളെങ്ങനെ കേറിയ എന്റെ അകത്ത്? ഓ പം നടക്കുന്നു വേദുവിന്റെ. നോക്ക് ഇവിടെ ഒക്കെ പിങ്കായത് നോക്ക്. അതുപോലെ നിധിയും. അത് അണ്ണനും പിന്നെ ഒന്നുമില്ല, മറ്റേ പോണ്ടിച്ചേരി ജീവിച്ച് സ്കിന്നൊക്കെ കരിഞ്ഞിരിക്കുവോ. പറഞ്ഞ തിരിച്ചെടുക്കുന്നു. നിങ്ങളെല്ലാരും ക്ലോസിംഗ് വരെ എന്റെ തരുന്നതിന് ഒരു ബിഗ് സല്യൂട്ട്. ഇനി നിങ്ങളെ സ്നോ ഉള്ള സ്ഥലത്ത് ഞാൻ കൊണ്ടു, റിയൽ സ്നോ. ഓക്കെ വരണം. ഇതല്ല റിയൽ സ്നോ ഉള്ള കൺട്രി. ഇടയ്ക്ക് പിള്ളേരെയൊക്കെ എന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് നിങ്ങളുടെ അച്ഛനും അമ്മയും കോഫി ഷോപ്പിൽ പോയിരിക്കും, അറിയോ? നിങ്ങളെ ഏൽപ്പിച്ചിട്ട് അവര് കോഫി കുടിക്കാൻ പോയി. ഇവിടെ ഇല്ല. അവരെ പോയി എനിക്ക് ചോദിക്കണം. അവര് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടെ പോവാന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ആരുമേ കാറിക്കിടന്ന് ഉറങ്ങി രണ്ടുപേരും, അല്ലേ? സത്യല്ലേ? അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കോഫി ഷോപ്പിലാ. വാ ഒരു കഫേ. പുറകിലിരുന്നാലേ എല്ലാം കാണാൻ പറ്റുള്ളൂ. അവിടെ അന്ന് അവിടെ ഇരുന്നോ? എല്ലാവർക്കും വേണ്ടി ഇതേ ബഗ്ഗി വരെ വന്നിട്ടുണ്ട്. നടക്കാൻ വയ്യ അണ്ണനൊന്നും. നീ തന്നെ പറഞ്ഞു കേറ്. 1 കിലോ 100 മീറ്റർ നടക്കാൻ വയ്യ അണ്ണന്. ഞങ്ങളിത് ബീച്ച് ടെറസിലേക്കാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു ബീച്ച് കഫേ ആണ്. ധന്യയും രഞ്ജോണനും പ്രിയയും നേരത്തെ 1 മണിക്കൂർ മുമ്പേ ഇവിടെ വന്ന് കാണും. ഈ ചേട്ടനെ ഞങ്ങളെ വിളിച്ചു വന്ന് നടക്കാന്നുള്ളേ ഉള്ളു, പക്ഷെ ഒരു രസമായിരിക്കും. താങ്ക് യു. ഭയങ്കര ഫ്രണ്ട്ലി ആണല്ലോ. നോക്ക് വേദോ ഡ്രൈവ് ചെയ്യുന്ന. ഓ വേദോ ഹാപ്പി ആയിട്ടാ. നല്ല സ്ഥലവും ഇത്, ഭയങ്കര നല്ല വൈബ്. എന്തൊരു ആംബിയൻസ് ഇത്. അടുത്തവണ വല്ലതും വരുവാണെങ്കിൽ ഇവിടെ താമസിക്കണം എന്ന് തോന്നുന്നു. നല്ല സ്ഥലം ഇതാണെന്ന് തോന്നുന്നു. ബീച്ച് ശരിക്കും ഒരു സാന്റോറിനി ഫീൽ ആണല്ലോ ഫസ്റ്റ് തന്നെ. വേദാണൊക്കെ ഓടിച്ചത്. എല്ലാവർക്കും വേദൊരു ഇഷ്ടമായി. വേദ ക്യൂട്ടാന്ന്. ഒരു ക്യൂട്ട്. എന്തൊരു നല്ല ആംബിയൻസ് ഇത്. മൈ ഗോഡ്, റേറ്റ് എത്രയാണാവും ഇവിടുത്തെ താമസിക്കാനായിട്ട്? ലുക്ക് സോ പ്രിറ്റി ആൻഡ് ബ്യൂട്ടിഫുൾ. ഇവർ വന്ന് കുറെ ഫോട്ടോസും വീഡിയോസും എടുത്താണ്, പ്രിയ എസ്പെഷ്യലി. നല്ല രസമുള്ള ഇത്. ഇവിടെ ബാർ ഉണ്ട്, ഔട്ട്ഡോർ ഏരിയ ഉണ്ട്, റെസ്റ്റോറന്റ് പോലത്തെ ഏരിയ ഉണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം എക്സെപ്റ്റ് ദ ബാർ, ബിക്കോസ് കിഡ്സ് അത്. അവർ ബാറിൻ്റെ അകത്താന്നാ പറഞ്ഞത്. എനിക്കൊന്ന് അവിടെ ആയിരിക്കും നല്ല ആംബിയൻസ്. ഭയങ്കര സ്ഥലമാണല്ലോ ഇത്. വാട്ട് എ പ്ലേസ്, സോ പ്രിറ്റി ആൻഡ് ബ്യൂട്ടിഫുൾ. വാട്ട് എ ബീച്ച്. ആരുമില്ല. മെറീന ബീച്ച് എന്ന് ഏത് ബീച്ചാവും ഇത്? ജസ്റ്റ് വൈറ്റ് സാൻഡ്സ് ആൻഡ് nice sounds of the wave. What a beautiful beach. Happy ആയല്ല നിങ്ങള്? എന്താ പറഞ്ഞത്? മറ്റേ ഫുഡ് കഴിച്ചിട്ടൊന്ന് നടക്കാം, അത് കഴിഞ്ഞിട്ട് ഇവിടെ പോവാ അവിടെ പോവാ. പിള്ളേരെ എന്നെ ഏൽപ്പിച്ചിട്ട് എല്ലാരും 3 പേരും മുങ്ങി. എന്ത് പിള്ളേര് സെറ്റ്? ചില്ലി കേട്ടെ. നല്ല സ്ഥലമല്ലേ ഇത്? ഇവിടുത്തെ കുറച്ച് സ്നാക്സ് ആണ്. സോ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, ചിക്കൻ ടെൻഡേഴ്സ് ആൻഡ് ഓൾ ലുക്ക് റിയലി നൈസ്. ഭയങ്കര ഹൈ ക്വാളിറ്റി ഉണ്ട്, പക്ഷെ ഭയങ്കര പ്രൈസിംഗ് ഒന്നും അല്ല കേട്ടോ. മേ ബി ഇതൊരു 350-400 ആ റേറ്റ് ഒക്കെ ഉള്ളൂ. ബട്ട് ഗുഡ് പോർഷൻ സൈസ്, നൈസ് ഫ്രഞ്ച് ഫ്രൈസ് ആൻഡ് ബ്യൂട്ടിഫുൾ ആംബിയൻസ്. ഇത് പിസ്സ കേട്ടോ. ഇറ്റ് ലുക്സ് വെരി നൈസ്. എനിക്ക് സച്ച് എ നൈസ് പ്ലേസ്. വളരെ യുണീക്ക് ആണ്. ഇത്രയും നല്ല ഫുഡും ബീച്ച് വ്യൂവും, ബട്ട് നോട്ട് വെരി എക്സ്പെൻസീവ്. കോഫി ടീ ഇല്ല, അത് ഭയങ്കര ഒരു യുണീക്ക് അല്ല. ഇത്രയും ഫുഡ് ഉണ്ട്. അത് വിട്, കോഫിയും ടീയും ഇല്ലാത്ത ഒരു സ്ഥലേ. പിസ്സയും സ്നാക്സും എല്ലാം ഉണ്ടല്ലോ, എന്നിട്ട് അത് മാത്രമില്ല.
പക്ഷെ വെരി ടേസ്റ്റി. ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ സംഭവം. ജിലേബി എന്താ ഇനി അവന് ഫുഡ് വേണ്ടെന്നോ? ഇനി വന്നു കഴിഞ്ഞാൽ നോക്കിക്കാ നിന്നെ. ഞങ്ങൾ ഐസ്ക്രീമും കഴിക്കാൻ പോകുന്നത് ചിലപ്പോ. വരില്ലല്ലോ പിന്നെ മൂഡ്. ഓ വലിയ ആള്. ജിലേബി വാങ്ങുന്നുണ്ടോ? തിരിച്ചോ? അതെ, സ്വന്തം പാചകമാണ് കേട്ടോ ആള്. ചോറും ചമ്മന്തിപ്പൊടിയും ഇതാണ് ഡെയിലി ഫുഡ്. അതെ. ഇപ്പൊ മറ്റേ വാങ്ങണോ ജിലേബി? അതാ വാങ്ങാം. സോ ഞങ്ങള് ഡിന്നറിന് മിക്കവാറും പോവില്ല. ഇത് പുതിയൊരു ടൈപ്പ് പേട അവരുടെ. ഒരെണ്ണം ഹാഫ് എടുത്താ മതി. ഒന്ന് ടേസ്റ്റ് ചെയ്യ്. ആ ഭയങ്കര ഇതാ. ഹാഫ് ഞാൻ കഴിച്ചോളാം. അവരുടെ മിൽക്ക് പേട എന്താ സൂപ്പർ അല്ലേ? പുതിയതത്. പക്ഷെ ആ മിൽക്കിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ബദാം മിൽക്ക് വെച്ചുണ്ടാക്കിയ മിൽക്ക് പേടയാ. അറിയില്ല, പക്ഷെ എന്നാലും ചെറിയ ഒരു മധുരം കുറവുണ്ട് സാധാരണ പേടേനെയും കാട്ടി. അതിന്റെ ഇടയ്ക്ക് കുറച്ച് നട്ട്സും ഉണ്ട്. അടിപൊളിയല്ലേ? അതുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു ട്രേഡ് മാർക്ക് സാധനം ചൂടോടെ ഉണ്ടാക്കിയപ്പോ അത് വാങ്ങാതെ എങ്ങനെ വരും ഇവിടെ വന്നു കഴിഞ്ഞാ? ശ്രീകൃഷ്ണസിലെ മൈസൂർ പാ. അത് ഒരു ബൈറ്റ് കഴിച്ചാ പറ്റൂല. കുഴപ്പമില്ല, ഒരു ബൈറ്റ് കഴിക്കണം. കാരണം അത്രയും ഫ്രഷ് ആയി അവരുണ്ടാക്കിയതാ. ഒറ്റ ബൈറ്റ് മതി, ബാക്കി ഞാൻ കഴിച്ചോളാം. അതൊക്കെ. ഇത് ഒരു ബൈറ്റ് എടുത്തിട്ട് പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി. ആ അല്ലാതെ പിന്നെ എന്താ മൈസൂർ പാക്കില്. ബാക്കി ഞാൻ കഴിച്ചോളാം. അവിടെ വെച്ചോ. ഭയങ്കര ഡെലിഷ്യസ് ആയിട്ടുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് മേ ബി ദ ബെസ്റ്റ് ഒരു ഡിസ്കവറിയാണ് ഇന്ത്യ ക്യൂസിന്റെ ഇവരുടെ മൈസൂർ പാക്ക്. അത് ഇവർ ശ്രീകൃഷ്ണ പെർഫെക്റ്റഡ് ഇറ്റ്. മേ ബി സ്പോയിൽഡ് ഇറ്റ് ബട്ട് പെർഫെക്റ്റഡ് ഇറ്റ്. ആ ഗീ മൈസൂർ പാക്ക് ഫുൾ ഒരെണ്ണം കഴിച്ചില്ലേ? മിണ്ടാതിരുന്നോ അവിടെ? ഓ പിന്നെ ഇല്ല. അടിപൊളിയല്ലേ? ഇനി ഇത് വേണ്ട, ബാക്കി അവർക്ക് കൊണ്ടേ കൊടുക്കാം. ഇതൊരു കാജു കത്ലിയാണ്. ഇത് നീരജും രഞ്ജുണ്ണൊക്കെ കൂടെ ജിലേബി കിട്ടിയില്ല. ഇവിടെ ദീപാവലി ആയതുകൊണ്ട് എല്ലാം സോൾഡ് ഔട്ട്. ഇനി ഡിന്നറും വേണ്ടല്ലോ. ഡിന്നർ വേണ്ടല്ലോ. എന്തിനാ ഇങ്ങനെ പറയുന്നത്? അങ്ങനെ തന്നെയാ കഴിച്ച. അവിടെ ഇവിടെ ഒട്ടിയിട്ട് കഴിച്ച. ഒരു മിനിറ്റ് ആണെങ്കല്ലേ ഗൈസ് കണ്ട അവിടെ ഉണ്ട് മൈസൂർ പാക്ക് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഗൈസ് ഇന്നൊരു കുട്ടികളുടെ ഡേ ഔട്ട് ആയിരുന്നു. ഇനി നമ്മളിവിടെ ഷോപ്പിംഗിനൊക്കെ പോകുന്നുണ്ട് പോണ്ടി സ്ട്രീറ്റിലേക്ക്. സോ അങ്ങനത്തെ കുറെ നല്ല വ്ളോഗ്സ് ഒക്കെ ആയിട്ട് ഹോൾസം ഫാമിലി മൂവ്മെന്റ്സ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ഹാവ് ഫൺ. Bye.